സുബഹിസ്കാരം കഴിഞ്ഞിട്ട് 10 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ആരാധനയില്ല, വഹദഹു ഏകനാണ്, ലാ ശരീക ലഹു അവനിക്ക് പങ്കാളികൾ ഏതുമില്ല, യുഹ്യി ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് സർവ്വസ്തുതിയും അവന് മാത്രമാണ്, സർവ്വ രാജാധികാരങ്ങളും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് അള്ളാഹ് ഭരണം കൊടുത്തതാണ്. അത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു തആല എന്താവും? യുഹ്യി വ യുമീത്. അവിടെ വിഷയം യുഹ്യി അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഈ ജീവൻ തന്നതവനാണ്, ഇപ്പൊ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെയുള്ള ദിക്റൊക്കെ ചൊല്ലും, അതിലൊക്കെ അതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് റസൂലുള്ള ചൊല്ലിയത് അല്ലാഹുമ്മ ബിക അസ്ബഹന, അള്ളാഹുവേ നിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പുലർന്നത്, നേരം വെളുത്തത്. വബിക അംസേന, ഇനി നിന്റെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരമാവും, അതിനുമാണ് നിന്റെ സഹായം വൈകുന്നേരം ആണെങ്കിൽ. വബിക നഹ്യ, നിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കണത്. ഇതൊന്നും ബോധമില്ലാത്ത ഞാൻ നയിച്ചിട്ടാണ്, ഞാൻ അങ്ങനെ അധ്വാനിച്ചിട്ടാണ്, ഞാൻ 14-ാം വയസ്സിൽ തുടങ്ങിയത്, അങ്ങനെയാണ് നിങ്ങളൊക്കെ ഞാനിവിടെ വളർത്തിയത്, ഇങ്ങനെയൊക്കെയാണ് പറയും. അന്തല്ലാത്തവൻ, ബോധമില്ലാത്തവര്. ബോധമുള്ള ഇങ്ങനെ പറയാം, പഠിച്ചവനെ നിന്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വബിക നമൂത്തു, നിന്റെ തീരുമാനിച്ച് മരിക്കും ചെയ്യും. ഇങ്ങോട്ടോ വയിലേക്ക് തന്നെ സോറും, നിന്നിലേക്ക് മാത്രം മടങ്ങും ചെയ്യും. മരിച്ച മണ്ണായി പള്ളിപ്പറമ്പിലൊന്നും അവസാനിക്കൂല, നിന്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ അവസാനം ഉണ്ടാവില്ല. അനന്തമായ കാലം അള്ള ഉദ്ദേശിച്ചെടുത്ത് സ്വർഗത്തിലോ നരകത്തിലോ ഉണ്ടാവും. ഇത് ഫസ്റ്റ് ചൊല്ലണതാണ്. പിന്നെ അങ്ങനത്തെ ദിക്റുകളല്ലോ.